ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. ജോസഫ് നിദ്രയിൽ നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എങ്ങനെ നീതീകരണം പ്രാപിക്കാം എന്നതാണ് സുവിശേഷത്തിന്റെ പ്രതിപാദന വിഷയം. ആ സുവിശേഷം തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ജോസഫ് നീതിമാനായിരുന്നു. ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയം ഗർഭിണിയാണെന്നറിഞ്ഞ ജോസഫിന് ആ കാലഘട്ടത്തിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരുന്ന വഴി സമൂഹത്തിന് മുമ്പിൽ കിരാതമായിരുന്ന ശിക്ഷാവിധിക്ക് മറിയത്തെ വിട്ടുകൊടുക്കാം. എന്നാൽ ജോസഫ് നീതിമാനാകിയാൽ മറിയത്തെ രഹസ്യമായി ഒഴിവാക്കി ജോസഫ് നാടുവിട്ടു പോവുകയും ജോസഫാണ് ഉത്തരവാദി എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് മറിയത്തെ ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് തീരുമാനിച്ചു. എന്നാൽ പുതിയ നിയമത്തിന്റെ നീതി എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ വ്യക്തമാക്കി കിട്ടിയ ജോസഫ് സമൂഹത്തിന് മുമ്പിൽ അപവാദത്തിന് വിഷയമാകാമായിരുന്ന ഭാരം സ്വയം ഏറ്റെടുക്കുകയും അവരെ തന്നോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. തന്നെ പരിത്യജിക്കുകയും തന്റെ കുരിശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കണമെന്ന ഈശോയുടെ ആഹ്വാനം കാലത്തിനു മുമ്പേ ജീവിച്ചു കാണിച്ച വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പിതാവ്. ഇതാണ് ക്രിസ്തീയത, ഇതാണ് ആത്മീയത, ഇതാണ് സഭാജീവിതം. യോസേപ്പിതാവിന് ഭർത്താവ് എന്ന നിലയിൽ മറിയത്തിന് മേലും അപ്പൻ എന്ന നിലയിൽ സ്വന്തം കുഞ്ഞിന് പേര് നൽകുക എന്ന അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ ആഗ്രഹങ്ങൾ ത്യജിച്ച് സ്വപ്നത്തിലൂടെ ദൈവം അരുളി ചെയ്തത് അക്ഷരം പ്രതി വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്ക് ജീവിതത്തിൽ ചോദ്യങ്ങളില്ലാതെ മൗനമെന്ന തപസ്സിലൂടെ അനുസരിച്ച് ഉപവാസത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി നമുക്കും ഇപ്രകാരം അവകാശപ്പെട്ട ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് മറിയത്തിന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കേ അത് പൂർണ്ണമായി ഗ്രഹിക്കാനാവൂ. പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കാത്തവർ അതിനെ അവഹേളിക്കും. നഖം വളർന്നാൽ മുറിച്ചു മാറ്റേണ്ടത് നഖങ്ങളെയാണ്, വിരലുകളെയല്ല. ഇപ്രകാരം തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ കയറിപ്പറ്റിയാൽ മുറിച്ചു കളയേണ്ടത് ബന്ധങ്ങളെയല്ല, മറിച്ച് തെറ്റിദ്ധാരണകളെയാണ്. അവിശ്വസ്തയും തെറ്റിദ്ധാരണകളും മൂലം ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങൾ പോലെ ആയിരിക്കുന്ന സമകാലീന വിവാഹ ജീവിതങ്ങളുടെ കൂട്ടിയുറപ്പിന് സാധാരണ ഒരു മരപ്പണിക്കാരനായിരുന്നിട്ടും മറിയത്തെക്കുറിച്ച് പലതും കേട്ടിട്ടും മറിയത്തെ പൂർണ്ണമായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത യോസേപ്പിതാവ് കുടുംബസ്ഥർക്ക് പ്രചോദനവും പ്രകാശവുമാണ്. നുറുങ്ങപ്പെടുന്ന അപ്പത്തിൽ വസിക്കുന്ന ഈശോയുടെ വളർത്തുപിതാവ് സ്വന്തം ജീവിതത്തിൽ നുറുങ്ങപ്പെട്ട അനുഭവങ്ങളിലും മുറിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയും കടന്നുപോയപ്പോഴും പരിശുദ്ധ മറിയത്തെ വിധിച്ച് മുറിവേൽപ്പിക്കാതെ ചേർത്ത് പിടിക്കുക വഴി ദിവ്യകാരുണ്യമായി മാറി. ദൈവവിധത്തിന് മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് ജീവിച്ചു കാണിച്ചു തന്ന ജോസഫ് മറിയത്തെ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി കണ്ട് അവൾക്ക് തുണയും തോഴനുമായി മാറി നീതിയുടെ കിരീടം നിലനിർത്തി. ഉള്ളു തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട്, ഉള്ളു പറഞ്ഞിട്ടും ഉള്ളു കാണാത്തവരുണ്ട്, ഉള്ളുരുകിയിട്ടും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. ഇതാണ് ഇന്നത്തെ ലോകം. എന്നാൽ ഉള്ളു തുറന്ന് പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുവാനും ഉള്ളുരുകുന്ന വേദനയിൽ പരിശുദ്ധ മറിയത്തെ ഉൾക്കൊള്ളുവാനും സാധിച്ചതാണ് വിശുദ്ധ യോസേപ്പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എല്ലാവരോടും ഉള്ളു തുറന്ന് സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ യോസേപ്പിതാവിനെ വിശേഷിപ്പിച്ചത് നിഴലുകളിൽ ജീവിച്ച പിതാവെന്നാണ്. യോസേപ്പിതാവ് ഒരിക്കലും കുടുംബത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ നിഴലായി നിന്ന് കുടുംബത്തിന്റെ സംരക്ഷകനായി മാറി. ഉണ്ണീശോയുടെ വളർത്തുപിതാവാകുവാൻ ദൈവം പരിപൂർണത കണ്ടെത്തിയത് യോസേപ്പിതാവിലായിരുന്നെങ്കിലും നിഴലുകളിൽ മാത്രം ജീവിച്ച പിതാവ് ശാന്തശീലർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന സുവിശേഷ ഭാഗ്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ഉദയസൂര്യന്റെ പ്രശോഭയോടെ ഇന്നും നിലകൊള്ളുന്നു. ആമേൻ.